മാഫിയ വാഴും ദേവസ്വം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കരിപ്രസാദം നിർമ്മിച്ചത് കൃത്രിമമായി. പ്രസാദം നിർമ്മിച്ചിരുന്നത് എങ്ങനെയെന്നറിയാൻ രാസപരിശോധന നടത്താം. വൃത്തിഹീനമായ നിലയിൽ കരിപ്രസാദവും ചന്ദനവുമടക്കം മദ്യക്കുപ്പികൾക്കിടയിൽ കിടക്കുന്നത് ദൃശ്യങ്ങൾ സഹിതം ജനം TV പുറത്തുവിട്ടിരുന്നു. സംഭവത്തിൽ പരാതിയുമായി മനുഷ്യാവകാശ സംഘടനകളും രംഗത്ത്. അതേസമയം ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തി. ഇനി മുതൽ തിടപ്പള്ളിയിൽ കരിപ്രസാദം ഉണ്ടാക്കും. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ആചാരലംഘനം ആവർത്തിച്ച സാഹചര്യത്തിൽ വലിയ ഭക്തജന പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു വാടക വീട്ടിൽ നിന്നും ഈ കരിപ്രസാദവും ചന്ദനവും അടക്കം ഈ മദ്യക്കുപ്പികളുടെ അരികിൽ നിന്നും കണ്ടെത്തിയത്. വൃത്തിഹീനമായ നിലയിലായിരുന്നു. അതിനു പിന്നാലെ അതിന്റെ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും അതിന് ഏറ്റവും മുകളിലായി വൃത്തിഹീനമായ സ്ഥലത്ത് വെച്ച് കരിപ്രസാദ നിർമ്മാണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് അത് പരിശോധിക്കുമ്പോഴാണ് കൃത്രിമമായാണ് ഈ കരിപ്രസാദ നിർമ്മാണം നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതായത് കറുത്ത പൊടി ഉപയോഗിച്ചുകൊണ്ട് പാക്കറ്റുകളാക്കി എത്തിച്ചിരിക്കുന്ന കറുത്ത പൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രസാദ നിർമ്മാണം. ഇത് അനധികൃതമായി നിർമ്മിച്ച ശേഷം അമ്പലത്തിലേക്ക് എത്തിച്ച് അവിടെ എത്തുന്ന ഭക്തർക്ക് നൽകുകയാണ്. എന്തായാലും ഇന്ന് വലിയ തിരക്ക് ക്ഷേത്രത്തിന് അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ ഭക്തർക്ക് നൽകുവാൻ വേണ്ടി ഈ പുറത്തു നിന്നും എത്തിക്കുന്ന ഈ പൊടി കൊണ്ട് കരിപ്രസാദം ഉണ്ടാക്കുന്നു. അതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ആ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഹൈന്ദവ സംഘടനകളടക്കം അവിടെ എത്തി ദേവസ്വം അധികൃതരെ തടഞ്ഞു വെക്കുന്ന ഒരു സംഭവം. എന്നാൽ കഴിഞ്ഞ ദിവസം അത് പിടികൂടിയിട്ട് പോലും ഇന്ന് വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ദേവസ്വം വിജിലൻസ് അടക്കം പരിശോധന നടത്തുമെന്ന് പറയുമ്പോഴും ഇതുവരെയും പരിശോധന നടത്തിയിട്ടില്ല. അതേസമയം തന്നെയാണ് ഇന്ന് ദേവസ്വം അധികൃതർ ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഭക്തജനങ്ങൾ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കാരണം അവര് കൃത്യമായും അവർ ഇതിൽ നടപടി എടുക്കണം. ദേവസ്വം അധികൃതർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നു വന്നതെന്നാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. കാരണം ഇത്രയധികം ദിവസമായിട്ടും ഇതിനൊരു നടപടി ഏറെക്കാലമായി ഇത് തുടരുന്നു എന്ന് തന്നെയാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. മനോജ്, ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിർമ്മിക്കുന്നത് ചോദ്യം ചെയ്ത് വലിയ പ്രതിഷേധമുണ്ടായി. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ള ഒരു ഉത്തരമാണ് ബന്ധപ്പെട്ടവർ നൽകിയത്. അതിന് പ്രകാരമാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസവും ശുദ്ധികലശമടക്കം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ ഇനി ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? തീർച്ചയായും അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു വാടക വീട്ടിലായിരുന്നെങ്കിൽ അതിനെപ്പറ്റി തങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ദേവസ്വം അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് നടന്നിരിക്കുന്നത് ദേവസ്വം കെട്ടിടത്തിന് മുകളിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. എന്തായാലും ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതൊക്കെ പറയുമ്പോഴും നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. നടപടി ആവശ്യമാണെന്നുള്ള കാര്യം തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്ന ഓരോ ഭക്തരും വലിയ വിഷമത്തോടെയാണ് ഈ കാര്യം നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ഏത് നിലയിൽ പോകുമെന്നതിലല്ല, ഇനി ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളെയൊക്കെ തന്നെ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ നിന്നും മോചിപ്പിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് ഹിന്ദു ഐക്യവേദി അടക്കം ആവശ്യപ്പെടുന്നത്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധിയായി കണ്ടുപിടിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയമടക്കം നമ്മൾ കണ്ടതാണ്. അത്തരം വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ കൃത്രിമ കരിപ്രസാദ നിർമ്മാണം അത് ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. അവിടെ എത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കാത്തുനിന്ന് നെറ്റിയിൽ ചാർത്തുവാൻ വേണ്ടി വാങ്ങുന്ന ഈ പ്രസാദത്തിലാണ് ഇങ്ങനെ കൃത്രിമം കാണിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തണമെന്നുള്ള ആവശ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സാമ്പിളുകൾ അടക്കം ശേഖരിച്ചിരുന്നു. അതിന്റെ പരിശോധനാ ഫലമൊക്കെ വരാനുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് പുതുതായി, അതായത് ഈ വെൽഡിംഗ് റാഡ് എന്ന് പറയുന്നത് അതിൽ രാസ പദാർത്ഥമുണ്ട്. അത്തരത്തിലുള്ള വെൽഡിംഗ് റാഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിലുള്ള പൊടി ഈ നെയ്യിലും അല്ലെങ്കിൽ അവിടെ എത്തിച്ചിരിക്കുന്ന എണ്ണയിലും മിക്സ് ചെയ്താണ് അത് കരിപ്രസാദമാക്കി മാറ്റുന്നതും ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതും. ഇതാണ് അവിടെ എത്തുന്ന ഭക്തർക്ക് പ്രസാദമായി ഇലയിൽ നൽകുന്നത്. ഇത് അവിടെ എത്തുന്ന ഒരു ഭക്തർ പോലും അറിയുന്നില്ല ഇങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് ഈ പ്രസാദം എത്തുന്നത് എന്നുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അവരൊക്കെ ദൃശ്യങ്ങൾ സഹിതം ഇത് അറിഞ്ഞിരിക്കുന്നു. എന്തായാലും ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശുദ്ധികലശം നടത്തണം. അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചു പൊറിപ്പിക്കില്ല എന്നത് തന്നെയാണ് അവിടെ എത്തുന്ന ഭക്തർ ഓരോരുത്തരും പറയുന്നത്. KP മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.